ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെസ്റ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ. മരത്തിൽ നിന്നും തേനെടുക്കുന്നതിനിടെ ഗ്രഹനാഥൻ വീണു മരിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ശ്രദ്ധേയമായി. വിശദമായ വാർത്തകളിലേക്ക്. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ മാങ്കുളത്ത് ആവശ്യപ്പെട്ടു. രാജപാത വനം വകുപ്പ് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണ്. പാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. 1924 മുമ്പ് രാജപാതയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആലുവ മൂന്നാർ റോഡ്, ആ പാത ഇന്ന് വനം വകുപ്പ് ക്രമാതീതമായി അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. ഈ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ ഈ മൂന്നാർ അതുപോലെ തന്നെ വാങ്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യാത്രാസൗകര്യം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൂടുതൽ യാത്രാസൗകര്യം ഉണ്ടാക്കാനും കഴിയുന്ന പ്രോജക്റ്റാണ്. ഇത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MPയുടെയും അതുപോലെ തന്നെ കോതമംഗലത്തെ MLAയുടെയും ബഹുമാനപ്പെട്ട കോതമംഗലത്തിൻ്റെ മുൻ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ധീരമായ ആ പാതയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, സമരവുമായി നടന്നു നീങ്ങിയപ്പോൾ അതിനെടുത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസ് വളരെ അപലപനീയമാണ്. മരത്തിൽ നിന്നും തേനെടുക്കുന്നതിനിടെ ഗ്രഹനാഥൻ വീണു മരിച്ചു. സേനാപതി ഒട്ടാത്തി പൂമലയിൽ വിജയനാണ് മരിച്ചത്. രാജാക്കാടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത്. മരത്തിൽ നിന്ന് വീണ ഗുരുതര പരിക്കേറ്റ വിജയനെ നാട്ടുകാർ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ലഹരിവിരുദ്ധ ക്യാമ്പും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ശ്രദ്ധേയമായി. അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ച ചടങ്ങും ശ്രദ്ധേയമായി. മുതിർന്നവരുടെ വായനാ മത്സരത്തിൽ വിജയിച്ച അധ്യാപകൻ റോയി ജെ കല്ലറങ്ങാട് മൂലമറ്റം സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ആർണോർഡ് ജെയിംസ്, നോവലിൻഡോ, ആവണി ലിജു, ഹിബ ഫാത്തിമ, എമിൽ ജി ജോസഫ്, നൗറിൻ നൌഷാദ്, ആരോൺ അനീഷ് എന്നിവരെയുമാണ് ആദരിച്ചത്. ലൈബ്രറി സെക്രട്ടറി KT മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അറക്കുളം സെന്റ് മേരീസ് അസിസ്റ്റന്റ് വികാരി ഫാദർ അലോഷി ടോം ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും പങ്ക് എന്ന വിഷയത്തിൽ വിശദമായ ക്ലാസ് എടുത്തു. സാന്ത്വന പരിചരണത്തിനായി പാവപ്പെട്ട രോഗികൾക്ക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി നൽകുവാനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജി കുന്നത്ത് നൽകിയ എയർബെഡ് ലൈബ്രറി പ്രസിഡന്റ് ഏറ്റുവാങ്ങി. PA വേലുക്കുട്ടൻ സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി അംഗ NB വിജയൻ നന്ദിയും രേഖപ്പെടുത്തി. അധ്യാപകൻ സണ്ണി കൂട്ടുങ്കൽ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ബിജു ജോർജ്, G മോഹനൻ, SN സുഭാഷ്, ലിസി ജോസ്, അനിത സജി, ബിറ്റാജ് പ്രഭാകർ എന്നിവർ സമ്മാനാർഹരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ബിജു വിജയൻ, ബിജി വേലുക്കുട്ടൻ, ആര്യ മനു, ശോഭന ശശിധരൻ, ബീനാജ മോഹനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ തൃക്കൊടിയേറ്റ് നടന്നു. മനയത്താറ്റ് ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 1 തീയതി വരെയാണ് മീനഭരണി മഹോത്സവം നടക്കുക. 1 ദിവസമായ ഇന്ന് രാവിലെ 5:30
നട തുറന്നു. 6 മണിക്ക് ഉഷസ്സിന് പൂജ, 6:30 മഹാഗണപതി ഹോമം, 8 നവകം പഞ്ചാഗ്യവും കലശാഭിഷേകവും നടന്നു. തുടർന്ന് 10-നും 10:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറ്റും നടന്നു. മനയത്താറ്റ ശ്രീ നാരായണൻ നമ്പൂതിരികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രസന്നിധിയിൽ കൊടിയേറ്റ് നടന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുത്സവത്തിന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ, സെക്രട്ടറി അനിൽ വടക്കേക്കര, വൈസ് പ്രസിഡന്റ് MK വിജയൻ, ജോയിന്റ് സെക്രട്ടറി ബിജു VR, ഖജാൻജി ശ്രീകുമാർ ആലാട്ട്, ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തി, ക്ഷേത്രം ശാന്തി സബിൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇടുക്കി ജില്ലയിലെ തന്നെ അതിപുരാതന ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് കർമ്മം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന വിശേഷപ്പെട്ട വഴിപാടുകൾ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, വിശേഷാൽ ദീപാരാധന, പറയെടുപ്പ്, അതുപോലെ തന്നെ മഹാപ്രസാദകൂട്ട്. 3-ാം ദിവസമായ 1-ാം തീയതി താലപ്പൊലി ഘോഷയാത്രയും നടക്കും. വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികൾക്ക് ശേഷം 1-ാം തീയതി രാത്രി 8 മണിക്ക് അത്താഴ പൂജയോടെ മീനഭരണി മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനാ സ്ഥാപകൻ ജോസഫ് ചെറിയാൻ അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും യൂണിറ്റ് SHG രൂപീകരണവും സംഘടിപ്പിച്ചു. AKPA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫോട്ടോഗ്രാഫർമാർ അസംഘടിതരായിരുന്ന കാലത്ത് ഫോട്ടോ പ്രിന്റിംഗ് പേപ്പർ ലഭ്യമാവാതെ വന്നതോടെ ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കവേ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഒരു ചോദ്യത്തിലൂടെയായിരുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകൃതമാവുന്നത്. സംഘടനാ സ്ഥാപകനായിരുന്ന ജോസഫ് ചെറിയാൻ അനുസ്മരണവും ലഹരി വിരുദ്ധ സെമിനാറും യൂണിറ്റ് സ്വയം സഹായ സംഘ രൂപീകരണവും പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവുമാണ് AKPA വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ അഴുത ബ്ലോക്ക് സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ സംഘടിപ്പിച്ചത്. സംഘടനാ സ്ഥാപകൻ ജോസഫ് ചെറിയാന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പരിപാടികളിൽ യൂണിറ്റ് പ്രസിഡന്റ് ജസ്റ്റിൻ കമല അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ഷെബിൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശശികല ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഭാവി വാഗ്ദാനങ്ങളെ പടുത്തുയർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ലഹരിക്കടിപ്പെട്ട് വിദ്യാർത്ഥികൾ അന്യോന്യം കൊലവിളിക്കാൻ മടിയില്ലാത്ത തലത്തിലേക്ക് നമ്മളുടെ കുട്ടികൾ ഇന്ന് മാറിയിരിക്കുകയാണ്. മദ്യം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് എത്ര ആയുസ്സുണ്ടോ അത്ര തന്നെ ആയുസ്സുള്ള ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചരിത്രത്തിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ യുവതയെ, നമ്മുടെ കുഞ്ഞു മക്കളെ കാർന്നു തിന്നുന്ന രീതിയിൽ, നമ്മുടെ ഭാവി തലമുറയെ, നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുന്ന തലത്തിലേക്ക് ഇന്ന് ലഹരി മാഫിയ കൈയടക്കിയിരിക്കുകയാണ്. നമ്മുടെ ലോകത്തെ, നമ്മുടെ കുട്ടികളെ കൈയടക്കിയിരിക്കുകയാണ്. AKPA മേഖലാ പ്രസിഡന്റ് ജോഷി ഗാലക്സി പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ യൂണിറ്റ് സ്വയം സഹായ സംഘ രൂപീകരണം അഴുത ബ്ലോക്ക് SHG ഫെഡറേഷൻ സെക്രട്ടറി PK ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത് ഗോപിനാഥ്, മേഖലാ ട്രഷറർ G ജോസുരഭി, മേഖലാ വൈസ് പ്രസിഡന്റ് റെജി വെള്ളാരംകുന്ന്, മേഖലാ വൈസ് പ്രസിഡന്റ് സാബു മരിയ, ജോയിന്റ് സെക്രട്ടറി നവീൻ വർഗീസ്, PRO വിഷ്ണു, അണക്കര യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജിൻസ് കുമളി, യൂണിറ്റ് പ്രസിഡന്റ് ജെയിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സോണിയ മാത്യു പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇനിയൊരു ഇടവേള. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526,
8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 94469 66421. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചെ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീണ്ടും വാർത്തയിലേക്ക്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെത്തുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് കൂടുതൽ വിപുലമായ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഓഫീസും ഇരിപ്പിടങ്ങളും ഫീഡിംഗ് റൂമുകളും അടക്കം പുതുതായി ക്രമീകരിച്ചിട്ടുണ്ട്. നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഗുണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നീർനാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് M. ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ,
CDS ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-ന്. പ്രദർശന വിപണന മേള എന്റെ കേരളം 2025 ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘടക സമിതി രൂപീകരണ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത്. സർക്കാർ നടപ്പാക്കിയ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്നും സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ജില്ലയിലുണ്ടായ മാറ്റം, നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അദാലത്തുകൾ, വികസനത്തിൻ്റെ നേർചിത്രങ്ങൾ എന്നിവ മേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ കേരളം 2025 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടത്ത് ഏപ്രിൽ മാസം 28-ാം തീയതി. 29-ാം തീയതി രാവിലെ മുതൽ വാഴത്തോപ്പ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് പ്രദർശന വിപണന മേള. നമ്മുടെ ജില്ലയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കാൻ ഏവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അധ്യാപകർ, വ്യവസായികൾ, പ്രവാസികൾ, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ, പൗരപ്രമുഖർ, സാമുദായിക നേതാക്കൾ തുടങ്ങിയ 500ഓളം പേർ പങ്കെടുക്കും. ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന വിപണന മേള വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിക്കും. സർക്കാർ സേവനങ്ങൾ, പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന സ്റ്റാളുകൾ മേളയിലുണ്ടാകും. കൂടാതെ വാണിജ്യ സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും. ടൂറിസം, വ്യവസായം, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകൾ തിരിച്ച് സെമിനാറുകളും നടക്കും. എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഓൺലൈനായി പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ GS വിനോദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PB സബീഷ്, ഷിജോ തടത്തിൽ, MK പ്രിയൻ, സണ്ണി ഇല്ലിക്കൽ, CM അസ്നീസ്, സജി തടത്തിൽ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് A രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27, 28, 29, 30 തീയതികളിൽ എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് സംഘടനയുടെ 33ാമത് ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നത്. 10 വർഷത്തിന് ശേഷമാണ് സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിന് അടിമാലി വേദിയായത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും എത്രത്തോളം അവർ മെനക്കെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം ആദ്യം തന്നെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ 9:30 ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് പെൻഷൻ കുടുംബാംഗങ്ങൾ അണിനിരക്കുന്ന പ്രകടനം ആരംഭിച്ചു. പ്രകടനം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സമാപിച്ച ശേഷം ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ പതാക ഉയർത്തി. തുടർന്ന് അടിമാലി ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ കലാകാരന്മാർ ആലപിച്ച സ്വാഗതഗാനത്തോടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. സംഘടന ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, MJ ലില്ലി, VK മാണി, VV ഫിലിപ്പ്, KN ഗോപി, AN ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വിവിധ ആളുകൾക്ക് ആദരമൊരുക്കി. പ്രതിനിധി സമ്മേളനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു,
റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ടി ചെല്ലപ്പൻ കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MS ചന്ദ്രൻ ഭരണാധികാരിയായി തെരഞ്ഞെടുപ്പും നടന്നു. സംഘടനയ്ക്ക് ജില്ലയിൽ 7000-ലധികം അംഗങ്ങളുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഈ വേനൽക്കാലത്തും യാഥാർത്ഥ്യമായില്ല. വേനൽക്കാലത്ത് പുഴയിലൂടെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടക്കുമെങ്കിലും മഴ പെയ്ത് പുഴയിലെ വെള്ളം ഉയരുന്നതോടെ മാങ്ങാപ്പാറ കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിലയ്ക്കും. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം. പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനടയാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ ഇക്കരെ കടക്കും. എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന ആറ് ഭയങ്കരമായിട്ട് വെള്ളമായിരിക്കും. ഒരു വണ്ടിയോ ആൾക്കാർക്ക് നടന്നു പോകാനോ അങ്ങനെയൊന്നും പറ്റുന്ന സാഹചര്യമല്ല. ഈ ആറ് കടന്ന് അക്കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് ആദിവാസി കുടിയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് മഴക്കാലമായ പുറത്തേക്ക് കടക്കാനോ അവർക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് അവരുടെ അടുത്തേക്ക് പോകാനോ യാതൊരു മാർഗ്ഗവുമില്ല. ഈ ആറ് കടന്നിട്ട് അവർക്ക് എന്ത് കാര്യത്തിനും അവരുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് പോലും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും ഇവിടെ കടന്നു വേണം പോകാനായിട്ട്. കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്തു നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. മഴക്കാലത്താണ് പാലമില്ലാത്തതിൻ്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിലെത്താനുള്ള രോഗികളുടെ യാത്രയുമൊക്കെ ക്ലേശകരമാകും. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ. മരത്തിൽ നിന്നും തേനെടുക്കുന്നതിനിടെ ഗ്രഹനാഥൻ വീണു മരിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ശ്രദ്ധേയമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ
കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.